ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് +2 സുവോളജിയെ സംബന്ധിച്ച ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ +2 സുവോളജിയുടെ ഫോക്കസ് ഏരിയയെ അടിസ്ഥാനമാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിന്റെയും വീഡിയോസ് ഇതിനകം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ അതൊന്ന് കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കിയുള്ള ഒരു പഠനത്തിന് നിങ്ങൾക്കത് വളരെ ഉപകാരപ്രദമാകും. പിന്നെ ഇപ്പോ ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, ആ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയകൾ ഉണ്ടല്ലോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ സബ് ഹെഡിങ്ങിനും വരുന്ന ഫോക്കസ് ഏരിയാസ് ഉണ്ടല്ലോ, ആ ഫോക്കസ് ഏരിയ വൈസ് ആയിട്ട് അതിൽ നിന്നും ആ ഭാഗങ്ങളിൽ നിന്നും ചോദിക്കാവുന്ന അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സിന്റെയും ഒരു ഡിസ്കഷൻ ആണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഇതൊരു അറ്റംപ്റ്റ് ആണ്. അതായത് എനിക്ക് തോന്നിയതാണ് നിങ്ങൾക്ക് ഓരോ ഫോക്കസ് ഏരിയ പഠിക്കുമ്പോഴും അവിടെ നിന്ന് ഇന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്സ്. നമ്മുടെ പാറ്റേൺ അങ്ങനെയാണോ? 1 മാർക്സ്, 2 മാർക്സ്, 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ഏരിയയിൽ നിന്നും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇത്ര മാർക്കിന് വരാം എന്നുള്ളൊരു ധാരണ ഉണ്ടാവാനും ക്വസ്റ്റ്യൻസിനെ കുറച്ചുകൂടി ഒന്ന് അറിയാനും ഒക്കെ അത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് എന്റെ ഒരു തോന്നലിന്റെ പുറത്ത് ഞാനിതിങ്ങനെ ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും അതനുസരിച്ച് നമുക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്. സോ ഈ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക. കാരണം ഈ ചാപ്റ്ററിനെ ഫോക്കസ് ഏരിയ മൊത്തത്തിൽ കവർ ചെയ്തുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇനി നിങ്ങൾക്ക് ഈ സമയത്ത് അപേക്ഷിക്കാവുന്നതും ഇനി വരുന്നതുമായിട്ടുള്ള ഒരുപാട് എക്സാമുകളുടെയും കോഴ്സുകളുടെയും ഒക്കെ കാര്യങ്ങൾ ഞാൻ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. തുടർ പഠനത്തിനും ഇത്തരത്തിലുള്ള വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക കേട്ടോ. അപ്പോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ഞാനൊന്ന് എന്റേതായ ഒരു ഐഡിയയിൽ ഒന്ന് ചെയ്തതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ അതായത് ഒന്നാമത്തെ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ വൈസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ നമ്മുടെ ഒന്നാമത്തെ ഫോക്കസ് ഏരിയ എന്തായിരുന്നു? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ലൊക്കേഷൻ ഓഫ് ടെസ്റ്റിസ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്, സെൽസ് ലൈനിങ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആൻഡ് ദെയർ ഫംഗ്ഷൻ ആൻഡ് ഡക്ട് സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗത്തുള്ളത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ആവാൻ നോക്കാം. The testes are situated outside the abdominal cavity within a pouch called dash. അപ്പൊ ഇതൊക്കെ ആദ്യത്തെ ഒക്കെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാവുന്നതാണ് കേട്ടോ. അപ്പൊ ടെസ്റ്റിസ് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്ത് ഒരു പൗച്ചിലാണ്. പൗച്ചിന്റെ പേര് സ്ക്രോട്ടം ആണ് അല്ലെ. Then name the 2 types of cells which line inside the seminiferous tubules. സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉള്ളില് ലൈൻ ചെയ്ത് കാണുന്ന 2 തരം സെല്ലുകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ ഏതൊക്കെയാണ്? മെയിൽ ജേം സെൽസ് ആൻഡ് സെർട്ടോളിക് സെൽസ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് സെൽസ് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ടു പ്രൊഡ്യൂസ് സ്പേംസ്. അപ്പൊ നമുക്കറിയാം ഗ്യാമേറ്റ്സുകളുടെ ഫോർമേഷനിൽ മിയോട്ടിക് ഡിവിഷൻ അതായത് റിഡക്ഷൻ ഡിവിഷൻ നടക്കും, എന്നാലേ ക്രോമസോം നമ്പർ ഹാഫ് ആവുന്നുള്ളൂ. അപ്പൊ അത് ഏത് സെല്ലുകളിലാണ് എന്നുള്ളതാണ്. സെർട്ടോളിക് സെൽസ് ഉണ്ട്, ലേഡിക് സെൽസ്, ഊഗോണിയ, സ്പെമറ്റോഗോണിയ. അപ്പൊ ഇതില് മെയിൽ ജേം സെൽസ് ആണ് ഇത് സ്പെമറ്റോഗോണിയ. അതുകൊണ്ട് അവിടെയാണ് ഇത് നടക്കുക, റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത്. ഇനി ഇത് കുറച്ചുകൂടി പോയിന്റഡ് ആയിട്ട് ചോദിക്കാം. അതായത് പ്രൈമറി സ്പെമറ്റോസൈറ്റിലാണോ, സെക്കൻഡറി സ്പെമറ്റോസൈറ്റിലാണോ, സ്പെമാറ്റിക്സിലാണോ, ഏതിലാണെന്നും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോ പ്രൈമറി സ്പെമറ്റോസൈറ്റ് അണ്ടർഗോ എന്ത് ചെയ്യുക, റിഡക്ഷൻ ഡിവിഷൻ ആണോ സെക്കൻഡറി ആണോ എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ സെൽസ് ഇൻ ടെസ്റ്റിസ് വിച്ച് സിന്തസൈസ് ആൻഡ് സെക്രീറ്റ് ആൻഡ്രോജൻസ്. ആൻഡ്രോജൻസ് സെക്രീറ്റ് ചെയ്യുന്ന ആ സെല്ലുകളുടെ പേര് ഏതാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ലേഡിക് സെൽസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെല്ലുകളാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. സെൽസ് ദാറ്റ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദി മെയിൽ ജേം സെൽസ് ആർ. ഏതാണ്? സെർട്ടോളിക് സെൽസ്. അപ്പൊ ഇത് സെർട്ടോളിക് സെൽസിന്റെ ഫംഗ്ഷൻ ആയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. Then sperms are produced in dash of testes.
സ്പേമുകൾ ടെസ്റ്റിസിലാണെന്ന് നമ്മൾ പറയും. എന്നാൽ ടെസ്റ്റിസിൽ എവിടെയാണെന്ന് ചോദിച്ചാലോ സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ സ്പേംസ് ആർ ടെമ്പററിലി സ്റ്റോർഡ് ഇൻ. താൽക്കാലികമായിട്ട് സ്പേമുകൾ എവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു? അതായത് ടെസ്റ്റിസിലെ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമുകള് എവിടെ എത്തുന്നു? യൂറിത്രയിലേക്ക് എത്തിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത് അല്ലെ. അപ്പൊ അതിങ്ങനെ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ താൽക്കാലികമായി സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. എപ്പിഡിഡിമിസ് ആണ് അതിന്റെ ആൻസർ. അപ്പൊ നോക്കൂ, ഈ 7 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. എവിടെയാണ് പൗച്ചിന്റെ പേര് സ്ക്രോട്ടം എന്നുള്ളത്, 2 തരം സെല്ലുകളുടെ പേര്, റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത് ഏത് സെല്ലിലാണ് എന്നുള്ളത്, ദെൻ ആന്ത്രിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലിന്റെ പേര്, പിന്നെ ന്യൂട്രീഷൻ കൊടുക്കുന്ന മെയിൽ സെല്ലുകൾ, മെയിൽ ജേം സെൽ ന്യൂട്രീഷൻ കൊടുക്കുന്ന സെല്ലുകൾ ഏതാണ്, പിന്നെ ടെസ്റ്റിസിന്റെ എവിടെയാണ് സ്പേമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ടെമ്പററി ആയിട്ട് എവിടെ സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ്, testes are placed outside the abdominal cavity in a special sac-like structure. Give reason and its significance. അതായത് ടെസ്റ്റിസ് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്ത് ഒരു സാക്ക്-ലൈക്ക് സ്ട്രക്ചറായ സ്ക്രോട്ടത്തിലാണെന്ന് നമുക്കറിയാം. അതിന്റെ കാരണവും അതുകൊണ്ടുള്ള സിഗ്നിഫിക്കൻസ് എന്താന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാരണം എന്താണ്? അതന്നെ, ടു മെയിൻറ്റെയിൻ എ ടെമ്പറേച്ചർ 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ദാൻ ദി ഇന്റേണൽ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ഇന്റേണൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും ആ 2-2.5 ഡിഗ്രി ടെമ്പറേച്ചർ താഴ്ന്നിരിക്കാൻ വേണ്ടിയിട്ടും അതിന്റെ ആവശ്യകത എന്താ? സിഗ്നിഫിക്കൻസ് എന്താണ്? ആ ലോ ടെമ്പറേച്ചർ ഈസ് എസെൻഷ്യൽ ഫോർ സ്പെർമറ്റോജനസിസ്. സ്പെർമുകളുടെ ഫോർമേഷന് ആ ലോ ടെമ്പറേച്ചർ അത്യാവശ്യമാണ്. Arrange the following duct in male reproductive system based on the path of sperm from inside to outside. എന്നൊക്കെ സൂചിപ്പിച്ചു. അതായത് സെമിനിഫറസ് ട്യൂബ്യൂളിൽ ഫോം ചെയ്യുന്ന സ്പേമുകള് യൂറിത്രയിലേക്ക് എത്തണം. അപ്പൊ അതിന്റെ ആ പാത്വേ കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ്. ഇപ്പൊ ഇതിലിപ്പോ റെറ്റേ ടെസ്റ്റിസ്, വാസ് ഡിഫറൻസ്, വാസ് ഡിഫറൻഷ്യൽ തന്നിട്ടുണ്ട് പേരുകള്. ഇത് തരാത്ത രീതിയിൽ ചോദിക്കാം. സെമിനിഫറസ് ട്യൂബ്യൂളർ, റെറ്റേ ടെസ്റ്റിസ്, വാസ് ഡിഫറൻഷ്യ, വാസ് ഡിഫറൻസ്, ഇജാക്കുലേറ്ററി ഡക്റ്റ്, യൂറിത്രൽ മീറ്റസ്, യൂറിത്ര. ഇതിന്റെ കൂടെ ഈ ടേംസിൽ പകരം നമ്മുടെ പിന്നെ സെമിനൽ വെസിക്കിൾ അതൊക്കെ ഉള്ള അതുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നമുക്ക് 2 മാർക്കിനോ 3 മാർക്കിനോ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഡ്രോ എ ഫ്ലോ ചാർട്ട് ഷോവിംഗ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സ്പേം ഫ്രം സെമിനിഫറസ് ട്യൂബിൾ. ഇങ്ങനെ മാത്രമായിട്ട് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ ടേംസുകൾ നിങ്ങൾ തന്നെ ഓർത്തെടുത്ത് എഴുതണം. Write the functions of the following: Sertolic cell, germ cell, Leydig cell. ഈ സെല്ലുകളുടെ ഫങ്ഷൻസ് എഴുതാനാണ്. ഇത് ന്യൂട്രീഷൻ കൊടുക്കുന്നു, ഇത് ആണ് സ്പേമുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതെന്ത് ചെയ്യുന്നു? മെയിൽ സെക്സ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ഭാഗത്ത് നിന്ന്. ഞാൻ വീണ്ടും പറഞ്ഞു, എനിക്ക് ക്വസ്റ്റ്യൻസ് വരാമെന്ന് തോന്നിയത് മുൻ വർഷങ്ങൾ വന്നിട്ടുള്ള ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കൂ, അടുത്ത ഫോക്കസ് ഏരിയ ആയിരുന്നു അത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതില് ഓവിഡക്റ്റ്, യൂട്രസ്, സിഗ്നിഫിക്കൻസ് ഓഫ് ഹൈമൺ, ഈ 3 കാര്യങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഫണൽ ഷേപ്ഡ് പാർട്ട് ഓഫ് ഓവിഡക്റ്റ്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഓവിഡക്റ്റിന്റെ ഡയഗ്രാം ഉണ്ട്. ഞാൻ ഏറ്റവും ലാസ്റ്റ് ആ ഡയഗ്രാം ഉണ്ട്. അപ്പൊ അതൊന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഡയഗ്രാം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ഡയഗ്രാം ഉണ്ടല്ലോ, ഈ ഡയഗ്രാം തന്നിട്ടും നമുക്ക് ഇത് ഇപ്പൊ ഫിംബ്രിയ, ഇൻഫെന്റിബുലം, ആംബുള്ള, ഇസ്തുമസ് അങ്ങനെ പറഞ്ഞിട്ട് ലേബൽ ചെയ്യാൻ, യൂട്രസ് അങ്ങനെ ലേബൽ ചെയ്യാൻ ചോദിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഓരോ ഭാഗത്തെ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ സെർവിക്കൽ കനാൽ എലോങ് വിത്ത് വജൈന ഫോംസ് ഡാഷ്. സെർവിക്കൽ കനാലും വജൈനയും കൂടെ ചേർന്നിട്ടാണ് ബർത്ത് കനാൽ എന്നുള്ളത് ഫോം ചെയ്യുന്നത്. ദ മസിൽ പ്രസന്റ് ഇൻ മിഡിൽ ലെയർ ഓഫ് യൂട്രസ്. അപ്പൊ നമുക്ക് യൂട്രസിന്റെ 3 ലെയറുകളിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. മിഡിൽ ലെയർ ആയതുകൊണ്ട് അതെന്താണ്? മയോമെട്രിയമാണ്. അതേ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. ദ മിഡിൽ ലെയർ ഓഫ് യൂട്രസ് ഈസ് കോൾഡ്, അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ഇതെന്താണ്? ഇത് മസിൽസ് സ്മൂത്ത് മസിൽസ് ആണ് കേട്ടോ. ഏത് മസിലുകളാണെന്നാണ് ഈ ചോദ്യം. അത് സ്മൂത്ത് മസിൽസ് ആണ്.
Then the part of oviduct close to the ovary. അപ്പൊ ഓവറിയോട് അടുത്ത ഭാഗം ഏതാണ്, യൂട്രസിനോട് അടുത്ത ഭാഗം ഏതാണ്, ഫണൽ ഷേപ്ഡ് ഭാഗം ഏതാണ്, വിരലുകൾ പോലെയുള്ള ഭാഗം ഏതാണ്, അങ്ങനെ ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് തന്നെ ഈ ഡയഗ്രവും പാർട്സ് ലേബൽ ചെയ്യാനും ആ പാർട്സിന്റെ പ്രത്യേകതയൊക്കെ നിർബന്ധമായിട്ട് പഠിക്കുക കേട്ടോ. Then uterus is supported by dash attached to pelvic wall. യൂട്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്താണ്, ലിഗമെന്റ്സുകളാണ് യൂട്രസിനെ അവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. Then ഹ്യൂമണിലെ സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ എവിടെയാണ് എന്നാണ്. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ആംബുലറി ഇസ്തമിക് ജംഗ്ഷൻ എന്നാണ്. അപ്പൊ നിങ്ങളുടെ ബുക്കിൽ ഇപ്പൊ ആംബുല ആണെങ്കിൽ അത് മാത്രം എഴുതിയാൽ മതി. ഇനി നിങ്ങളുടെ ഓപ്ഷൻസിൽ ഓവിഡക്റ്റ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓവിഡക്റ്റ് എന്നുള്ളത് എഴുതാം, അല്ലെങ്കിൽ കൃത്യമായ സ്ഥലമായിട്ട് തന്നെ എഴുതാം. ഇനി ഇന്നർ ലെയർ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്നർ ലെയറിന്റെ പേര് എൻഡോമെട്രിയം എന്നാണെങ്കിൽ ഔട്ടർ ലെയറിന്റെ പേര് എന്താണ്? ദാറ്റ് ഈസ് ഔട്ടർ ലെയർ ഇസ് പെരിമെട്രിയം. ഫിംഗർ ലെഗ് പ്രൊജക്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. ഫിംഗർ ലെഗ് പ്രൊജക്ഷൻസ് ഓഫ് ഓവിഡക്റ്റിന്റെ പേര് അത് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഫിംബ്രിയെ അല്ലെങ്കിൽ ഫിംബ്രിയയുടെ ഫംഗ്ഷൻ എന്താ ചോദിക്കും. The opening of the vagina is often covered partially by a membrane. ഇത് ഒന്നുകിൽ ഇങ്ങനെ 1 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കിനി പറയുന്ന 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഇതെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ആ ഒരു മെംബ്രെയിനെ പറയുന്ന പേരാണ് ഹൈമൻ. റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദി ഫോളോവിങ് ഓർഗൻസ് ഓർ പാർട്സ്. ഇതിന്റെ ഫങ്ഷൻസ് ആണ് ചോദിക്കുന്നത്. എൻഡോമെട്രിയം, എന്താണ് എൻഡോമെട്രിയം? ഇറ്റ് അണ്ടർഗോ സൈക്ലിക്കൽ ചേഞ്ചസ് ഡ്യൂറിംഗ് മെൻസ്ട്രുവൽ സൈക്കിൾ. അതുപോലെ തന്നെ അവിടെയാണ് ഇംപ്ലാന്റേഷൻ നടക്കുക. ഫിംബ്രിയ ഞാൻ സൂചിപ്പിച്ചു, കളക്ഷൻ ഓഫ് ഓവം ആഫ്റ്റർ ഓവുലേഷൻ. ഓവത്തിനെ കളക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. സീലിയേറ്റഡ് എപ്പിത്തീലിയം ലൈനിങ് ഓവിഡക്റ്റ്. അപ്പൊ ഓവിഡക്റ്റില് എന്തുണ്ട്, സീലിയേറ്റഡ് എപ്പിത്തീലിയം ഉണ്ട്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ, അപ്പൊ അത് നിങ്ങൾ ഫസ്റ്റ് ഇയറിലും പഠിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്നുള്ള ചാപ്റ്ററിൽ. അതായത് സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്താണ്, പാർട്ടിക്കിൾ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ എന്താ അതിന്റെ ഫംഗ്ഷൻ, ഓവിഡക്റ്റിലൂടെ അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിലൂടെയുള്ള ഓവത്തിന്റെ മൂവ്മെന്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, സഹായിക്കുക എന്നുള്ളതാണ് ആ സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ. ഇനി ഇത് അങ്ങനെ ചോദിക്കാം, ഓവിഡക്റ്റില് ലൈൻ ചെയ്ത് കാണുന്ന എപ്പിത്തീലിയമാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഫംഗ്ഷൻ ഓവത്തിന്റെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. മയോമെട്രിയം എന്താ ഫംഗ്ഷൻ? ഇറ്റ് അണ്ടർഗോ സ്ട്രോങ് കൺട്രാക്ഷൻസ് ഡ്യൂറിംഗ് പാർച്ചുറേഷൻ. ഡെലിവറിയുടെ സമയത്ത് അല്ലെങ്കിൽ ബേബിയെ ഡെലിവറി ചെയ്യുന്ന സമയത്തുള്ള ആ സ്ട്രോങ് കൺട്രാക്ഷൻസ് നടക്കുന്ന ആരാണ്? മയോമെട്രിയം. ദാറ്റ് ഈസ് ഫോർമഡ് ഓഫ് സ്മൂത്ത് മസിൽസ് ഉള്ളത് ഒന്നുകൂടി ഓർക്കുക. ഇത് നോക്കൂ, ഈ രീതിയിൽ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ലെയറുകളുടെ പേര്, ദ ലെയർ വിച്ച് അണ്ടർഗോ സൈക്ലിക്കൽ ചേഞ്ചസ് ഡ്യൂറിംഗ് മെൻസ്ട്രുവൽ സൈക്കിൾ. അപ്പൊ അതേതാ? എൻഡോമെട്രിയം ആണ്. സ്ട്രോങ് കൺട്രാക്ഷൻ കാണിക്കുന്ന ഏതാണ്? മയോമെട്രിയം ആണ്. യെസ്, ഞാൻ പറഞ്ഞു ഹൈമന്റെ ക്വസ്റ്റ്യൻ ഈ രീതിയിലും വരാമെന്ന്. The presence or absence of hymen is not a reliable indicator of virginity or sexual experience. Evaluate this statement. 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ എങ്ങനെ എഴുതാം? ഹൈമൺ എന്ന് പറഞ്ഞാൽ വജൈനയെ പാർഷ്യലി കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ്. അത് പിന്നെ ഈ പറയുന്ന സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ അല്ലാതെ ഒരു സഡൻ ഫോൾ അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ്, സൈക്ലിംഗ്, നമ്മൾ നന്നായിട്ട് സ്പോർട്സിൽ പങ്കെടുക്കുക, അപ്പൊ അങ്ങനെയുള്ള ആളുകളിലൊക്കെ അല്ലാതെ തന്നെ ഹൈമൺ ബ്രേക്ക് ചെയ്യാം. അതുകൊണ്ടാണ് അതിനെ ഒരു വെർജിനിറ്റിയുടെ അല്ലെങ്കിൽ സെക്ഷൽ എക്സ്പീരിയൻസിന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് കാണാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം. 2 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് അത് കേട്ടോ. ഇനി ഓവിഡക്റ്റുകളുടെ പാർട്ട്, ഇത് വീണ്ടും കണ്ട ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ് ഇവിടെ ചോദിക്കുക. വൈഡർ പാർട്ട് ഏതാണ്, ഓവറിയോട് അടുത്തുള്ള പാർട്ട് ഏതാണ്, വിരലുകൾ പോലെയുള്ള പാർട്ട് ഏതാണ്, യൂട്രസിനോട് വന്ന് ചേരുന്ന ഭാഗം ഏതാണ്, ഇതെല്ലാ രീതിയിലും നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ നന്നായിട്ട് നോക്കണം. ഇതും സെയിം തന്നെയാണ്, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് വീഡിയോ വെറുതെ ലെങ്തി ആകും. കണ്ട ലേബൽ A, B, C and D. വിച്ച് പാർട്ട് ഓഫ് ദി ഓവിഡക്റ്റ് ഹെൽപ്സ് ഇൻ കളക്ഷൻ ഓഫ് ഓവം ആഫ്റ്റർ ഓവുലേഷൻ. ഏത് ഭാഗമാണ് ഓവുലേഷന് ശേഷം ഓവത്തെ കളക്ട് ചെയ്യാൻ? അപ്പൊ നമ്മൾ പറഞ്ഞതാണ് ഫിംബ്രിയ എന്നുള്ളത് നമ്മൾ പറഞ്ഞ കാര്യമാണ് കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ 2ാമത്തെ ഫോക്കസ് ഏരിയ. 3ാമത്തെ ഗ്യാമറ്റോജെനിസിസ് ആണ്. അതില് സ്പെമറ്റോജെനിസിസ്, oogenesis, റോൾ ഓഫ് ഹോർമോൺസ്, അതായത് FSH and LH, then സ്ട്രക്ചർ ഓഫ് സ്പെർം. ഇത്രയും കാര്യങ്ങളാണ് അടുത്ത ഫോക്കസ് ഏരിയയിലുള്ളത്. അവിടെ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസിനെ പ്രതീക്ഷിക്കാം. ഇതിലേതാണ് മിയോട്ടിക് ഡിവിഷൻ നടക്കുക? ഞാൻ നേരത്തെ പറഞ്ഞു, പ്രൈമറി സ്പെമറ്റോസൈറ്റ്, സൈഗോട്ട്, സെക്കൻഡറി സ്പെമറ്റോസൈറ്റ്. അതായത് ഇപ്പൊ മെയിൽ ജേം സെൽസ് ആണ്, ആ മെയിൽ ജേം സെല്ലുകളാണ് അതിൽ നിന്ന് പ്രൈമറി സ്പെമറ്റോസൈറ്റ് ഉണ്ടാവുന്ന, അത് സെക്കൻഡറി സ്പെമറ്റോസൈറ്റ്. അപ്പോ സെക്കൻഡറി സ്പെമറ്റോസൈറ്റ് സ്റ്റേജിലാണ് എന്താ ഡീപ്ലോയിഡ് എന്നുള്ള കണ്ടീഷൻ ഹാപ്ലോയിഡ് ആയിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം.
ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഏതാണെന്ന്. അപ്പൊ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആണ് ഉത്തരം. ഡാഷ് ആൻഡ് ഡാഷ് ആർ കോൾഡ് ഗൊണാഡോട്രോപിൻസ്. എന്താണ് ഗൊണാഡോട്രോപിൻസ്? FSH ആൻഡ് LH ആർ ടുഗദർ നോൺ ആസ് ഗൊണാഡോട്രോപിൻസ്. FSHനെയും LHനെയും കൂടെ പറയുന്ന പേരാണ് ഗൊണാഡോട്രോപിൻസ്. അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. റൈറ്റ് എനി 4 ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമറ്റോജെനസിസ് ആൻഡ് oogenesis. നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇങ്ങനെയും ചോദിക്കാം, അതല്ലെങ്കിൽ രണ്ടിന്റെ സ്റ്റെപ്പുകളെ തമ്മിൽ നിങ്ങളോട് കമ്പയർ ചെയ്യാനോ ഡയഗ്രാംസ് തന്നിട്ട് ലേബൽ ചെയ്യാനോ ഒക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഇവിടെ നമ്മൾക്ക് എന്തൊക്കെ എഴുതാം? ഒന്ന് ടെസ്റ്റിസിൽ, ഒന്ന് ഓവറിയിൽ അല്ലെ. ഒന്ന് സ്പെർമിന്റെ ഫോർമേഷൻ പ്യൂബർട്ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എങ്കിൽ ഓവത്തിന്റെ ഫോർമേഷൻ എംബ്രിയോണിക് സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ഓവത്തിന്റെ കേസിൽ പോളാർ ബോഡിയുടെ ഫോർമേഷൻ ഉണ്ട്, സ്പെർമിന്റെ കേസിൽ പോളാർ ബോഡി ഫോർമേഷൻ ഇല്ല. ഇനി ഓവത്തില് നമുക്കറിയാം അവിടെ 4 ഫങ്ഷണൽ സ്പെർംസ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ അറ്റടുത്ത് എത്രയാണ്? ഒരു ഓവം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ ഏതെങ്കിലും 4 പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമിയേഷൻ ആൻഡ് സ്പെർമിയോജെനസിസ്, സ്പെർമറ്റോജെനസിസ് ആൻഡ് oogenesis. ഇതിപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒന്ന് സ്പെർമിന്റെ ഫോർമേഷനും മറ്റൊന്ന് ഓവത്തിന്റെ ഫോർമേഷനുമാണ്. ഈ സ്പെർമിയേഷനും സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്പെർമുകളെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് സ്പെർമിയേഷൻ. എന്നാൽ ഇതെന്താണ്? സ്പെർമാറ്റിഡ്സ് ഫങ്ഷണൽ സ്പെർമുകളായി മാറുന്ന പ്രോസസ്സാണ് സ്പെർമിയോജെനസിസ്. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. റോൾ ഓഫ് FSH ആൻഡ് LH ഇൻ സ്പെർമറ്റോജെനസിസ്. നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഇതെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. FSH ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. അത് സെർട്ടോളിക് സെൽസിൽ ആക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലും ലൂട്ടിനൈസിംഗ് ഹോർമോൺ ലേഡിക് സെൽസിൽ ആക്ട് ചെയ്തിട്ട് അവിടെ ആൻഡ്രോജൻസിന്റെ പ്രൊഡക്ഷനെ സഹായിക്കുന്നു. അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. ഇത് നമുക്ക് ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. നേരത്തെ പറഞ്ഞു സ്പെർമറ്റോജെനസിസ് കാണിക്കുന്നതാണ്. സോ മെയിൽ ജേം സെൽ ആണ്, അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയ എന്ന് പറയും. പ്രൈമറി സ്പെർമറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ് ആൻഡ് സ്പെർമറ്റോസോവ. സ്പെർമറ്റോസോവ എന്ന് പറയുന്നത് സ്പെർമുകൾ തന്നെയാണ്. ക്രോമസോം നമ്പർ ഓഫ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എത്രയാ വരിക? നമ്മൾക്ക് 46 തന്നെയാണ്. ആ റിഡക്ഷൻ ഡിവിഷന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ക്രോമസോം നമ്പർ ഹാഫ് ആവാന്. എന്നാൽ മാത്രമേ നമുക്ക് പിന്നീട് ഡിപ്ലോയിഡ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതിന്റെ സിഗ്നിഫിക്കൻസും ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. യെസ്, ഇതാ ഹോർമോണൽ റെഗുലേഷൻ ഓഫ് സ്പെർമറ്റോജെനസിസ്. ഇത് ഈ രീതിയിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ പോലെ ഹൈപ്പോതലാമസ് നമ്മുടെ സെക്രേറ്റ് ചെയ്യുന്നത് എന്താണ്? GnRH, ഗൊണാഡോട്രോപിൻ റിലീസിംഗ് ഹോർമോൺ, വിച്ച് ആക്ട്സ് ഓൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പ്രൊഡ്യൂസസ് FSH ആൻഡ് LH. സെർട്ടോളിക് സെൽസിൽ ആക്ട് ചെയ്യുന്നു, റിലീസ് സം ഫാക്ടേഴ്സ് ഫോർ എന്ത് ചെയ്യുന്നു? സ്പെർമിയോജെനസിസിന് സഹായകരമായ ചില ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്നു. ഇത് ഇന്റർസ്റ്റിഷ്യൽ സെല്ലിനെ ആക്ട് ചെയ്തിട്ട് ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പൊ ABC എന്താണ്? പ്രോസസ് D. ഇവിടെ സ്പെർമിയോജെനസിസ് എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇതെങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാവുന്നത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ആക്രോസോമിന്റെ ഒന്നുകിൽ സ്പെർമിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ലേബൽ ചെയ്യാൻ ചോദിക്കാം. ആക്രോസോം, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഇത് ഹെഡാണ്. മൊത്തത്തില് ഉള്ളിൽ ന്യൂക്ലിയസ് കാണും. അതിനെ ചുറ്റി മുകളിൽ കാണുന്ന ക്യാപ്പാണ് ആക്രോസോം. ഇവിടെ നെക്ക് എന്ന് പറയും. നമുക്ക് മിഡിൽ പീസ് ആണ്. ഇവിടെയാണ് മൈറ്റോകോൺട്രിയ കാണുന്നത്. ദെൻ ഇവിടെ ഈ ടെയിൽ എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ഏത് ഭാഗങ്ങൾ വേണമെങ്കിലും ലേബൽ ചെയ്യാൻ ചോദിക്കാം. ഏത് ഭാഗത്താണ് മൈറ്റോകോൺട്രിയ? മിഡിൽ പീസിലാണ് മൈറ്റോകോൺട്രിയ. എന്താണ് മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ? എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അക്രോസോമിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു കാര്യമാണ് അക്രോസോം. അതിലാണ് ഹൈഡ്രോളിറ്റിക് എൻസൈം ഉള്ളത്. അപ്പൊ ഫെർട്ടിലൈസേഷനെ സഹായിക്കുന്നു. എങ്ങനെ? ബൈ പെനിട്രേറ്റിംഗ് ദി ഓവ. നമുക്കറിയാം ഓവത്തിന് 2-3 മെംബ്രെയിൻസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ആ ഓവത്തിനെ പെനിട്രേറ്റ് ചെയ്ത് കയറാൻ വേണ്ടിയിട്ട് സ്പെർമിനെ സഹായിക്കുന്നത് എന്താണ്? ഈ അക്രോസോമിലുള്ള ഹൈഡ്രോളിറ്റിക് എൻസൈമുകളാണ്. റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദി ഫോളോവിങ്. വീണ്ടും നോക്കൂ നിങ്ങൾ. അക്രോസോം, മിഡിൽ പീസ്, ടെയിൽ. അക്രോസോം പറഞ്ഞു മിഡിൽ പീസിലാണ് മൈറ്റോകോൺട്രിയ. അപ്പൊ എനർജി കൊടുക്കുന്നു. ടെയിലാണ് മൂവ്മെന്റിനെ സഹായിക്കുന്നത്. ഹൗ മെനി സ്പെർംസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം 200 പ്രൈമറി സ്പെർമറ്റോസൈറ്റ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അതായത് ഒരു പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ നിന്നും 4 സ്പെർമുകൾ ഫോം ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 200 എണ്ണത്തിന് എത്ര കാണും? 200 × 4 800 സ്പെർമുകളാണ് ഫോം ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഹ്യൂമൻ ഫീമെയിൽ പോസസ് 44 പ്ലസ് XS ക്രോമസോം നമ്പർ.
ദ ക്രോമസോം നമ്പർ ഓഫ് സെക്കൻഡറി oocyte. സെക്കൻഡറി oocyteന്റെ ക്രോമസോം നമ്പർ എന്തായിരിക്കും? അപ്പോ 22 പ്ലസ് എക്സ് ആയിരിക്കും അല്ലെ, ഹാഫ് ആണ് വരിക, മൊത്തം 23 ആണ് വരിക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. സെക്കൻഡറി സ്റ്റേജ് ആവുമ്പോഴേക്കും അത് എന്തായിത്തീരുന്നാണ് പറയുന്നത്, റിഡക്ഷൻ ഡിവിഷൻ അവിടെ നടക്കും. മെൻസ്ട്രൽ സൈക്കിൾ എന്ന ഭാഗത്ത് നമുക്ക് 4 ഹോർമോൺസ് ആണ് അവിടെ വേണ്ടത്. സോ വിച്ച് ഹോർമോൺ ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് എൻഡോമെട്രിയത്തിന്റെ പ്രൊലിഫറേഷനൊക്കെ സഹായിക്കുന്നത് എന്താണ്? ഈസ്ട്രജൻ ആണ്. വാട്ട് ഈസ് LH സർജ്? അത് നിങ്ങൾക്ക് അറിയാലോ. ഓവുലേഷന്റെ ഏകദേശം 14th ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ആകുമ്പോഴേക്കും LH അതിന്റെ മാക്സിമം ലെവലിൽ എത്തുന്നു. അതിനെ പറയുന്ന പേരാണ് LH സർജ്. ഓക്കെ, നോക്കൂ, നിങ്ങൾ ഈ ഗ്രാഫാണ് കാണിച്ചിട്ടുള്ളത്. LHന്റെയും FSHന്റെയും ലെവൽസ് ആണ്. അപ്പൊ ഇതിന്റെ സോഴ്സുകൾ എന്താന്നുള്ളതാണ്. സോഴ്സ് ഓഫ് LH ആൻഡ് FSH ആരാണ്? പിറ്റ്യൂട്ടറി ആണ് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ LH മാക്സിമം ആണ്, അതിന്റെ എഫക്റ്റ് ആണ് LH സർജ് എന്ന് പറയുന്നത്. ആ സമയത്താണ് ഓവുലേഷൻ നടക്കുക. LH is maximum during the middle of day cycle. Mention its effect. ഇഫക്റ്റ് എന്താണ്? ഓവുലേഷൻ ആണ് അവിടെ നടക്കുക. അതായത് റപ്ചേർഡ് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ അതുവഴി ഓവം റിലീസ് ആവുന്നത്. ഇറ്റ് ഇസ് ഓവുലേഷൻ. ഫംഗ്ഷൻ ഓഫ് LH, മെയിലിലെ LHന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലെ. ഓക്കെ, ഇത് ഞാൻ ഉത്തരങ്ങൾ അധികം അല്ലാതെ പറയാത്തതിന് കാരണം അത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ പറയാൻ പറ്റും. പിന്നെ ഇത് ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നത് കേട്ടോ. LH surge induces the rupture of Graafian follicle. Which gland produce LH and in which day LH surge happens? ഏത് ഗ്ലാൻഡ് ആണെന്ന് പറഞ്ഞു? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എപ്പോഴാണ്? അറൌണ്ട് 14th ഡേ, മിഡിൽ ആയിട്ടാണ് അത് സംഭവിക്കുക. എന്താണ് മെയിൽ റോൾ? അതായത് നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻ വന്നതാണ്. LHന്റെയും FSHന്റെയും റോള് മെയിലിലും ഫിമെയിലിലും കമ്പയർ ചെയ്യാനുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം. അറേഞ്ച് ദി ഫോളോവിങ് ഹോർമോൺസ് അണ്ടർ 2 ഹെഡിങ്സ്. ഈ ഹോർമോണുകളെ 2 ഹെഡിങ്സിലാക്കി അറേഞ്ച് ചെയ്യാനാണ്. FSH, LH, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഒന്ന് പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആയിട്ട്, മറ്റത് ഓവേറിയൻ ഹോർമോൺസ് ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇത് രണ്ടും പിറ്റ്യൂട്ടറി ആണ് പ്രൊഡ്യൂസ് ചെയ്യുക, ഇത് ഓവറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രൊജസ്ട്രോൺ ഈസ് കോൾഡ് പ്രഗ്നൻസി ഹോർമോൺ. നെയിം ദ സോഴ്സ് ഓഫ് ദാറ്റ് ഹോർമോൺ. അപ്പൊ നമുക്ക് പ്രൊജസ്ട്രോണിന്റെ മെയിൻ സോഴ്സ്, മെയിൻ ആയിട്ടുള്ള പ്രൊജസ്ട്രോണിന്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ അത് കോർപ്പസ് ലൂട്ടിയം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള സോഴ്സ്. പിന്നെ മെൻസ്ട്രൽ സൈക്കിളിൽ ഇതിന്റെ റോൾ എന്താന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാലോ, ഈ ഓവുലേഷൻ കഴിഞ്ഞാല് ഈ പ്രൊജസ്ട്രോൺ വന്നിട്ടാണ് എൻഡോമെട്രിയത്തെ തിക്കും ഗ്ലാൻഡുലാർ ആക്കി ഒരു പ്രഗ്നൻസിയെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ റെഡിയാക്കി വെക്കുന്നത്. ആ പ്രഗ്നൻസിയുടെ കണ്ടിന്യൂവേഷൻ ഈ ഹോർമോൺ അത്യാവശ്യമായതുകൊണ്ട് തന്നെയാണ് ഇതിന് ഈ പ്രഗ്നൻസി ഹോർമോൺ എന്നുള്ള പേര് വരാൻ കാരണം. അപ്പോ പിന്നെ ആ ഒരു സ്റ്റേജിലൊക്കെ പ്രൊജസ്ട്രോണിന്റെ അളവ് കൂടുകയും പിന്നീട് ഫെർട്ടിലൈസേഷൻ നടക്കാതെ വന്നാൽ എന്ത് ചെയ്യാണ്? കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് പോകുമ്പോൾ പ്രൊജസ്ട്രോണിന്റെ അളവ് അവിടെ കുറയാനും തുടങ്ങുന്നു. ഇതെന്തൊക്കെയാണ്? സ്പെർമിയേഷൻ, ഓവുലേഷൻ, സ്പെർമിയോജെനസിസ്, LH സർജ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ 2 മാർക്കിന് നമുക്ക് ചോദിക്കാവട്ടെ, അങ്ങനെ 4 എണ്ണമൊക്കെ തന്നിട്ട്. ഓക്കെ, ഇത് മാച്ച് ചെയ്യാൻ പറയാം. ഹൈപ്പോതലാമസ് ഏതാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഉള്ളത്? GnRH എന്നറിയാം. ഓവറിയില് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈസ്ട്രജൻ ആണ്. കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഗൊണാഡോട്രോപ്പിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മാച്ച് ദി ഫോളോവിങ്ങിന് എങ്ങനെ വേണമെങ്കിലും തിരിച്ചും മറിച്ചും ഒക്കെ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇതും സ്ഥിരമായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോർപ്പസ് ലൂട്ടിയം ഈസ് എൻഡോക്രൈൻ ഇൻ ഫംഗ്ഷൻ, ഗീവ് റീസൺ. അറിയാലോ, അത് പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? എൻഡോക്രൈൻ ഫംഗ്ഷൻ. അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? പ്രൊജസ്ട്രോൺ ആണ്. അടുത്ത ഭാഗമാണ് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. അവിടെ സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ, മോറുല, സ്ട്രക്ചർ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോ ദ എംബ്രിയോ വിത്ത് 8 മുതൽ 16 വരെ ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള എംബ്രിയോയെ പറയുന്ന പേരാണ് മോറുല. ഓക്കെ, ഫെർട്ടിലൈസേഷന്റെ സൈറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഓൾറെഡി. ദെൻ ദ പ്രോസസ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻഡോമെട്രിയത്തെ കുറിച്ച് പറഞ്ഞപ്പോ. ഇംപ്ലാന്റേഷൻ നടക്കുക ഏത് സ്റ്റേജിലാണ്? ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലാണ്. ആ സമയത്താണ് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് വന്നിട്ട് എൻഡോമെട്രിയത്തിലേക്ക് അറ്റാച്ച് ചെയ്യുക. ആ പ്രോസസിനെ പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. ഏത് ലെയറിലേക്കാണ് നടക്കുക നമ്മൾ പറഞ്ഞു? എൻഡോമെട്രിയം ആണ്. ഗിവൺ ബിലോ, ഇതാ ഷുവർ ക്വസ്റ്റ്യൻ, 2 മാർക്സിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിച്ചോളൂ. ഗിവൺ ബിലോ ഇസ് ദ ഡയഗ്രമാറ്റിക് representation of human blastocyst.
ഈ ഡയഗ്രാം നോക്കുക, രണ്ട് പാർട്സുകൾ ലേബൽ ചെയ്യുക, അതിന്റെ ഫംഗ്ഷൻ എഴുതുക. അപ്പൊ ഇതാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഇത് എന്താ ഡയഗ്രാം ആണെന്ന് ചോദിക്കാട്ടോ. ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. ഇതിന്റെ ഈ എ എന്ന് എഴുതിയിരിക്കുന്നത് ഇന്നർ സെൽ മാസും ബി എന്ന് എഴുതിയിരിക്കുന്നത് ട്രോഫോബ്ലാസ്റ്റുമാണ്. ഇനി എയുടെയും ബിയുടെയും ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫേറ്റ് എന്ന് പറഞ്ഞിട്ട് ചോദ്യം വരാം. എയുടെ ഫംഗ്ഷൻ ഇന്നർ സെൽ മാസ് ആണ് പിന്നീട് എംബ്രിയോ ആയിട്ട് മാറുന്നത്. ബി ആണ് ട്രോഫോബ്ലാസ്റ്റ്. അതാണ് ഗെറ്റ് അറ്റാച്ച്ഡ് ടു എൻഡോമെട്രിയം എന്ന് പറയാം. ഇറ്റ് ഗീവ്സ് നറിഷ്മെന്റ് ടു ദി ഇന്നർ സെൽ മാസ് അല്ലെങ്കിൽ എംബ്രിയോ എന്ന് എഴുതാം. പ്രൊട്ടക്ഷൻ ആണ്. അങ്ങനെ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ആയിട്ട് ആയി മാറുന്നു. അല്ലെങ്കിൽ ഇറ്റ് ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദി എൻഡോമെട്രിയം. അങ്ങനെയൊക്കെ എഴുതിയാലും ശരി തന്നെയാണ് ട്രോഫോബ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ. സം സ്റ്റേജസ് ഓഫ് ഇത് അപ്പൊ നിങ്ങൾ എന്തായാലും നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്ലാസ്റ്റോസിസ്റ്റ്. സം സ്റ്റേജസ് ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് ആർ ഗിവൺ ബിലോ. ഒബ്സർവ് ദിസ് ഡയഗ്രാം ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ഇതിപ്പോ നമ്മുടെ ബുക്കിലുള്ളതാണ്. ഇത് എഗ് ആണ്, സ്പേം വന്നു, ഫെർട്ടിലൈസേഷൻ. ഇത് എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിക്കാത്തത് ഫെർട്ടിലൈസേഷനെ കാണിക്കുന്നു. ഈ സെല്ലുകളാണ് നമ്മൾ ഡിവൈഡ് ബ്ലാസ്റ്റോമിയേഴ്സ് ആയിട്ട് മാറുന്നത്. ദെൻ അങ്ങനെ 8 മുതൽ 16 വരെ ബ്ലാസ്റ്റോമിയേഴ്സ് വരെയുള്ള ഈ സ്ട്രക്ചർ ആണ് മോറുല. അത് പിന്നീട് എന്തായിട്ട് മാറുന്നു? ബ്ലാസ്റ്റോസിസ്റ്റ്. ഇതാണ് എൻഡോമെട്രിയത്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഇംപ്ലാന്റേഷൻ. അപ്പൊ ഇത് എഗ്, ഇത് സ്പേം വന്നു. ഇത് എന്തിനെ കാണിക്കുന്നത്? ഫെർട്ടിലൈസേഷന്. ഇത് ബ്ലാസ്റ്റോമിയേഴ്സ് ആണ്. സൈഗോട്ട് രണ്ടായി ഡിവൈഡ് ചെയ്തതാണ്. ഇത് മോറുലയാണ്, ഇത് ബ്ലാസ്റ്റോസിസ്റ്റ്. രണ്ട് സെല്ലുകളുടെ പേര് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നെയിം ദ ഹോർമോൺ ഗ്രോവിംഗ് ഓവേറിയൻ ഫോളിക്കിൾ സെക്രറ്റ്. ഓവേറിയൻ ഫോളിക്കിൾസ് ഈസ്ട്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു കേട്ടോ. പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. അവിടെ നമുക്ക് പ്ലാസന്റ, HCG, HPL, റിലാക്സിൻ ഈ കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോ റിലേഷൻഷിപ്പ് നോക്കി ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രൊജസ്ട്രോൺ, കോർപ്പസ് ലൂട്ടിയം, HCGനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാസന്റയാണ്. ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ഇത് എക്സ്പാൻഡ് ചെയ്യാനും ചോദിക്കാം. HCG ഉണ്ട്. എക്സ്പാൻഡ് ദി ഫോളോവിംഗ്. HCG ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. HPL ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടജൻ. When the urine sample of a lady is tested, presence of HCG was detected. What does the presence of HCG indicate? എന്താണ് pregnancy? Which is the source of HCG? Placenta. Placental hormones ആണ്. Which of the following hormones are produced in a woman only during pregnancy? അപ്പൊ ഇതിൽ ഏത് ഹോർമോൺസ് ആണ് പ്രഗ്നൻസിയിൽ മാത്രമായി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ 3 എണ്ണാണ് നമുക്ക് അതിന്റെ ഉത്തരം. HCG, HPL, റിലാക്സിൻ. പ്ലാസന്റ ആക്ട് ആസ് എൻ എൻഡോക്രൈൻ ടിഷ്യൂ ജസ്റ്റിഫൈ. എന്തുകൊണ്ടാണ് പറയുന്നത് പ്ലാസന്റ എൻഡോക്രൈൻ എന്ന് പറയാൻ കാരണം പ്ലാസന്റ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ എൻഡോക്രൈൻ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇതും ചോദിക്കാം. റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് പ്ലാസന്റ. പ്ലാസന്റയുടെ ഫങ്ഷൻസ്. അപ്പൊ ഒന്ന് എൻഡോക്രൈൻ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ. അത് കൂടാതെ എന്തൊക്കെയാണ്? മദറും ഫീറ്റസ് തമ്മിലുള്ള ബാരിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്താണ് പ്ലാസന്റ എന്ന് ചോദിക്കാം കേട്ടോ. പ്ലാസന്റ എന്താന്നുള്ളത് ചോദിക്കാം. പിന്നെ മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ട്, ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ എംബ്രിയോയ്ക്ക് കൊടുക്കുന്നു. എംബ്രിയോയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെയും മറ്റ് വേസ്റ്റിനെയും എലിമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഏതെങ്കിലും 4 എണ്ണം എഴുതിയ 2 മാർക്കിനാണെങ്കിൽ 2 മാർക്ക്, 1 മാർക്കിനാണെങ്കിൽ 2 എണ്ണം 2 പോയിന്റ്സ് എഴുതിയാൽ മതി. ഇപ്പൊ പ്ലാസന്റ എന്താണ്? ഫങ്ഷൻസ് ഓഫ് പ്ലാസന്റ. അത് എൻഡോക്രൈൻ ടിഷ്യൂ എന്ന് പറയാൻ കാരണം അപ്പൊ പ്ലാസന്റൽ ഹോർമോൺസ് എന്തൊക്കെയാണ്? സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബിറ്റ്വീൻ ഡെവലപ്പിംഗ് എംബ്രിയോ ആൻഡ് മെറ്റേണൽ ബോഡി. എനി 2 ഫങ്ഷൻസ്. പ്ലാസന്റ എൻഡോക്രൈൻ ടിഷ്യൂ എന്ന് പറയാനുള്ള കാരണം. നമ്മുടെ ലാസ്റ്റ് പാർട്ടാണിത്. പാർച്ചുറേഷൻ ആൻഡ് ലാക്ടേഷൻ. അപ്പൊ അവിടുന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ ഇനീഷ്യൽ ഡേയ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിന്റെ പേര്. 1 മാർക്കിനാണെങ്കിൽ ചോദിക്കാം. കൊളസ്ട്രം. ഫീഡിംഗ് ഡാഷ് ഇൻ ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ഈസ് എസെൻഷ്യൽ ഫോർ പ്രിവെന്റിംഗ് ഇൻഫെക്ഷൻ. അപ്പൊ അതെന്താണ്? കൊളസ്ട്രം. നെയിം ദ ഫസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഡെലിവറി. എന്താണത്? ഓക്കെ. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പൊ കൊളസ്ട്രം എഴുതുക. കൊളസ്ട്രത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? തന്നെ കുട്ടിക്ക് ആ ന്യൂ ബോണിന് വേണ്ട ഇമ്മ്യൂണിറ്റി കൊടുക്കാൻ ആവശ്യമായ ആന്റിബോഡീസ് എവിടെയുണ്ട്? കൊളസ്ട്രത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ കൊളസ്ട്രം തീർച്ചയായിട്ടും ഫീഡ് ചെയ്യിക്കണമെന്ന് പറയാനുള്ള കാരണം. നമുക്ക് ഉറപ്പായിട്ടും ഒരു ചോദ്യം നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. ഒന്നുകിൽ കൊളസ്ട്രം എന്നുള്ള പേര് എഴുതാൻ, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം. 1 or 2 മാർക്കിന്റെ ഒരു ചോദ്യം നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. ബ്രസ്റ്റ് ഫീഡിംഗ് ഡ്യൂറിംഗ് ഇനീഷ്യൽ പീരീഡ് ഓഫ് ഇൻഫന്റ് ഗ്രോത്ത് ഈസ് നെസസറി ടു ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ഓഫ് ന്യൂ ബോൺ ബേബി. വൈ? കണ്ടോ? ഇങ്ങനെ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. കൊളസ്ട്രം ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഇനി ഇതിപ്പോ ഞാൻ ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയത്,
നിങ്ങൾ എത്ര ആളുകൾ വിക്ടേഴ്സിന്റെ റിവിഷൻ ക്ലാസ് കണ്ടു എന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതില് നമ്മുടെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഇതിൽ ചേർത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാം, അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങനെ ചോദിക്കാം, ആ ഏരിയയിൽ ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓൾ പോപ്പുലേഷൻസ് ലീഡ് ടു ഫെർട്ടിലൈസേഷൻ ആൻഡ് പ്രഗ്നൻസി. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. എല്ലാ പോപ്പുലേഷൻസും ഫെർട്ടിലൈസേഷനിലേക്കും പ്രഗ്നൻസിയിലേക്കും എത്തുന്നുണ്ടോ, നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ, കാരണം പറയാനാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡു യു എഗ്രി എന്ന് ചോദിച്ചാൽ നിങ്ങൾ യെസ് ഓർ നോ എന്നുള്ളതും അതോടൊപ്പം തന്നെ അതിന്റെ റീസണും കൂടി എഴുതണം. കാരണം യെസ് ഓർ നോ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് അര മാർക്ക് പോകും, റീസൺ എഴുതിയില്ലെങ്കിൽ ബാക്കി മാർക്കും പോകും. അപ്പൊ അതുകൊണ്ട് ആ രണ്ട് കമ്പോണൻസും നിങ്ങളുടെ ആൻസറിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ഫെർട്ടിലൈസേഷൻ ഹാപ്പൻസ് ഓൺലി ഇഫ് ഓവം ആൻഡ് സ്പേം ആർ ട്രാൻസ്പോർട്ടഡ് സൈമൾട്ടേനിയസ്ലി. ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ ഓവവും സ്പേമും ഒരേ സമയത്ത് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ആ പറയുന്ന ഫലോപ്പിയൻ ട്യൂബിൽ എത്തിയെങ്കിൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ പോപ്പുലേഷൻസ് പ്രഗ്നൻസിയിലേക്ക് എത്തുന്നില്ല. ഓക്കെ. നമ്പർ ഓഫ് സ്പെർമാറ്റിഡ് പ്രൊഡ്യൂസ്ഡ് ഫ്രം 25 പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ 25 പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആയി ഞാൻ നേരത്തെ പറഞ്ഞു. 25 × 4 100 സ്പേമുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇത് കണ്ടോ നിങ്ങൾ? ഇതൊക്കെ ഞാൻ കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാംസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ലേബൽ ചെയ്യാൻ ചോദിക്കാം. ഡക്റ്റ് സിസ്റ്റം ആണ്, അപ്പൊ അതിന്റെ പേരുകൾ എന്തൊക്കെയാ ചോദിക്കാം. ഇത് സ്പെർമറ്റോസൈറ്റും സ്പെർമറ്റോസോവയും ഒക്കെ കാണിക്കുന്നതാണ്, ലേബൽ ചെയ്യാൻ ചോദിക്കാം. ഈ ഡയഗ്രാംസ് തന്നിട്ട് ഇതിപ്പോ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആണ്, നമുക്കറിയാം. റിഡക്ഷൻ ഡിവിഷൻ ആണ് ഇവിടെ നടക്കുക. പിന്നെ ഉണ്ടാവുന്നതിന്റെ പേര് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആണ്. ദെൻ ഇവിടെ എന്താ നടക്കുക? സ്പെർമാറ്റിഡ്സ് ആണ് ഇത് ഫോം ചെയ്യുന്നത്. ഇതെന്താണ്? സ്പേം. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഡയഗ്രാം തന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഡയഗ്രാംസ് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഉദാഹരണം കാണിച്ചതാണ്. പിന്നെ ഓവിഡക്റ്റിനെ കാണിക്കുന്നത്, അതുപോലെ തന്നെ ഫീമെയിൽ സിസ്റ്റം, മെയിൽ സിസ്റ്റം, പ്ലാസെന്റ, ഇതെല്ലാം ഞാൻ ആ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കൂടുതലും ഞാൻ ഇവിടെ അത് കാണിക്കാത്തത്. അപ്പൊ ഇത് ഞാൻ ഉദ്ദേശിച്ചത് ഇത് മാത്രം കണ്ടിട്ട് ഈ ചാപ്റ്റർ പഠിച്ചു പോവാന്നുള്ളതല്ല. ആ വീഡിയോ കണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പരീക്ഷയെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഒരു ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളത്. ആദ്യമേ സൂചിപ്പിച്ച പോലെ വിക്ടേഴ്സിന്റെ റിവിഷൻ ക്ലാസ് ഞാൻ കേട്ടിരുന്നു, അതിനെയും കൂടി അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ മറ്റുള്ള വീഡിയോസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടേക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.